തവാഫിന്റെ 7ാമത്തെ തവാഫ് എത്തലോടുകൂടി തസ്ബീഹിന്റെ മാല കയ്യിലുണ്ട്. അതേ സ്ഥലത്ത് വീണിട്ട് മഹാനവർ വഫാത്തായി. ഒരാൾക്ക് ഒരു പെണ്ണിനും കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ മത്താഫിൽ മരിച്ചവർക്ക് വളരെ സ്ഥാനമാണ്. അങ്ങനെയാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല കാലിന്റെ ചോട്ടിലാണ് മഹാനായ ബാഫക്ക് തങ്ങൾ ഇന്ന് കടന്നുകൊണ്ടിരിക്കുക. മുംബൈയുള്ള പോകുമ്പോട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ പോയിട്ട് ഇതായതുകൊണ്ട് ആണുങ്ങളപ്പോ കലവിടില്ല. പിന്നെ ഒരുപാട് സ്വഭാവത്തിന്റെ പ്രത്യേകിച്ചിട്ട് ഖദീജയുടെ ഖബറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം യാസീൻ ഓതിട്ട് ചേർന്നിട്ട് ആണുങ്ങൾ ഉള്ളിലേക്ക് പോകും. ആ പോയി വരുന്ന ഇടയിൽ എന്താക്കാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങാം. ഞാൻ പറഞ്ഞിട്ട് ക്ലാസ്, ഖദീജ ഉമ്മ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കും. കൽബ് നന്നാവണം, അള്ളാഹു നന്നാക്കി തരട്ടെ. ആ കൽബോട് കൂടി എന്തെല്ലാം വേണോ എല്ലാം ചോദിച്ചു നോക്കാം, എല്ലാം. കാരണം എന്താ, ഉമ്മ മക്കളെ കൈവിടൂല. അത് മാത്രമല്ല, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ജീവിതകാലത്തിൽ ഒന്നും എടുത്തു വെച്ചിട്ടില്ല, വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. അതാണ് അയിമത്ത് പറയുന്നത്. അതുകൊണ്ട് ഉമ്മയോട് ചോദിച്ചാൽ എന്താക്കും, ഉമ്മ വേണ്ടതെല്ലാം തരും. എൻ്റെ കൂടെ വന്ന പല സാഹചര്യമുണ്ട്, മക്കളില്ലാത്തവർ ചോദിച്ചപ്പോൾ പല കാരണങ്ങളും. അതെന്താക്കാം, വേണ്ടതെല്ലാം എന്താക്കാം, ഉമ്മയോട് ചോദിച്ചു വാങ്ങിയിട്ട് പോകാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകണം. പടച്ചവനെ അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ചും പടച്ചവനെ, വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ഞങ്ങളെ കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, സഹോദരന്മാർ, പല ആൾക്കാരും ഉണ്ട് റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു അവർക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين بفضل صلى الله عليه وسلم. ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل بلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا وإلى حضرة حبيبك الأعظم سيدنا ونبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرة أرواح أصحابه البدريين والهديين والبقية الصحابة والصحابيات والقرابة كلهم أجمعين. ثم وإلى حضرة أرواح من دفنوا في هذا الميدان خاصة. آمين. ورحم الرحمن يا ملك الجبار يا راجاد راجا يا مالك الملوك يا غفار يا غفور يا كريم يا ودود يا قهار يا باسط يا عليم يا അലീമായ യാ സൽ ജലാലി വൽ ഇക്റാമായ പടച്ചവനെ, നീ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മഹാമഹതിയായ മഹാനായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹായുടെ കാൽപാദത്തിൽ വന്ന് ഞങ്ങളെ വേവലാദികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിന്നോട് പറയുകയാണ് റഹ്മാനെ. ആമീൻ. അല്ലാഹുവേ, ചോദിച്ചതെല്ലാം തരാമെന്ന് പറഞ്ഞ മഹദിയുടെ അടുത്താണ് റഹ്മാനെ ഞങ്ങളുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും വാങ്ങാനും വന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ വേണ്ടതൊക്കെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടതുപോലെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹദിയായ ഉമ്മയുടെ പൊരുത്തവും ഗുരുത്വവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അവിടുത്തെ മദദ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, അവിടുത്തെ പൊരുത്തവും ഗുരുത്വവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് റഹ്മാനെ. മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി ഒരുപാട് പാവങ്ങൾ ചെയ്ത പാപികളാണല്ലോ. ഞങ്ങൾ ദോഷികളാണ് റഹ്മാനെ. ഒന്നിനും കൊള്ളാത്തവരാണല്ലോ.
നിന്നെ മുന്നിലേക്ക് ഉയർത്തി നിന്നോട് ഞങ്ങൾ തേടുകയാണ് റഹ്മാനെ, യാചിക്കുകയാണല്ലോ. അല്ലാഹുവേ പരിപൂർണമാക്കപ്പെട്ട മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കയ്യിലേക്ക് ഏത് കിതാബ് തരുന്ന സമയത്ത് ഞങ്ങളെ കയ്യിലുള്ള ഏത് കിതാബിൽ പടച്ചവനെ തിന്മയെ മുഴുവനും നീ മായിച്ചു കളയണേ അല്ലാഹ്. നന്മ മുഴുവനും രേഖപ്പെടുത്തി വെക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളങ്ങോട്ട് വസിയ്യത്ത് കൊടുത്തവര്, സഹായിച്ചവര്, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, കൂട്ടുകുടുംബാദികൾ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ശിഷ്യന്മാർ എല്ലാവരെയും ഈ ദുആയിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ ഭരിക്കുന്ന സ്വാലിഹീങ്ങൾ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ ശരീരത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് പരിപൂർണമാക്കപ്പെട്ട ശമനം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ ജീവിത സമയത്ത് പോലെ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ വേണമെന്ന് ചെയ്തവരല്ല റഹ്മാനെ, ശഹവത്തിന്റെ പിന്നിൽ ഓടിയപ്പോൾ ഒരുപാട് തെറ്റ് വന്നു പോയിട്ടുണ്ടല്ലോ. അല്ലാഹുവേ പുറത്തു തരണേ റഹ്മാനെ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ മൂടിത്തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ പല പ്രയാസങ്ങളും ഞങ്ങളെ ഖൽബിലുണ്ട് റഹ്മാനെ, ഞങ്ങളെ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്ത് നീ എടുത്തു കളയല്ല റഹ്മാനെ, ഈമാൻ എടുത്തു കളയല്ല അല്ലാഹ്. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറക്കണേ റഹ്മാനെ, ശർറിന്റെ വാതിൽ നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ഭൂമിയിൽ നിന്ന് പൊങ്ങുന്നതും ആകാശരങ്ങളുമായ എല്ലാ ബലാ മുസീബത്ത് ആഫത്ത് ഇറങ്ങിയത് തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മരണം നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗ്ഗം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ പ്രയാസം തരല്ല റഹ്മാനെ. അല്ലാഹുവേ കഷ്ടപ്പാട് തരല്ല റഹ്മാനെ. ആരാന്റെ മുന്നിൽ പോയി കൈകാട്ടി ഇറന്നു ജീവിക്കുന്നവരാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ ഇസ്സത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റൂഹ് കൊണ്ട് കുയിലെത്തുന്ന സമയം വരെ 5 വക്ത് നിസ്കരിക്കുവാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളെ കുടുംബാദികൾ, വേണ്ടപ്പെട്ട പല ആൾക്കാരും ഇന്ന് ആറടി മണ്ണിലാണ് റഹ്മാനെ. ഞങ്ങളെ ഓരോരുത്തരും ആ നാട്ടിലുള്ള മഹലുള്ള ഖബർസ്ഥാനിൽ ഒരുപാട് മുഅ്മിനും മുഅ്മിനാത്തുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു റഹ്മാനെ. അല്ലാഹുവേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാവരെ ഖബറും നീ വെളിച്ചമാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബാദികൾ പല ആൾക്കാരും ഇന്ന് ആറടി മണ്ണിലാണ് റഹ്മാനെ. അല്ലാഹുവേ ഖബറും നീ വിശാലമാക്കണേ റഹ്മാനെ. ആ മണ്ണറയെ നീ മണിയറയാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളെ മരണം എപ്പോഴൊന്നും ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മണ്ണ് തൊടാത്ത ശരീരമാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചവനെ ശിക്ഷയില്ലാത്ത ഖബർ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗീയമായ എല്ലാ സുഖവും ആഡംബരവും നൽകുന്ന ഖബർ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഹിസാബില്ലാത്ത മഹ്ശറ നൽകണേ അല്ലാഹ്. പടച്ചവനെ പ്രയാസമില്ലാത്ത സിറാത്ത് പാലം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. നരകം കാണാതെ, നരകം തൊടാതെ, നരകത്തിന്റെ അദാബ് എന്തെന്നറിയാതെ സുഖദായകമായ സ്വർഗത്തിലേക്ക് എത്തുന്ന സ്വാലിഹീങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ മരണത്തിൻ റഹ്മാനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖം ഞങ്ങൾക്കൊന്ന് മനാമിലായിട്ടോ യഖദത്തിലായിട്ടോ കാണിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ മഖബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും സിയാറത്തുകൾ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനത്തിന്റെ യാത്രയാക്കല്ല റഹ്മാനെ, തുടക്കത്തിന്റെ യാത്രയാക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് പ്രാവശ്യം ഇതെല്ലാം സന്ദർശിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ ഖൽബിൽ ഒരുപാട് ഹലാലായ മുറാദുകൾ ഉണ്ട് റഹ്മാനെ, ഹാസിലാക്കണേ അല്ലാഹ്.
വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, നല്ല ലായിക്കായ വീട് പണിയാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ നല്ല വീട് പണിയാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വലയുന്നവരാണ് റഹ്മാനെ, കടങ്ങളെ വീടാൻ ഹലാലായ മാർഗം കാണിക്കണേ റഹ്മാനെ. പടച്ചവൻ ഞങ്ങളെ വീടുകൾ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ കുടുംബത്തിലെല്ലാം നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വാഹനങ്ങൾ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അപകട മരണം നൽകല്ല റഹ്മാനെ, അപകടത്തിൽ പെടുത്തല്ല റഹ്മാനെ. പടച്ചവനെ ഒരുപാട് മരണവാർത്ത കേൾക്കുന്നു റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യ മക്കൾക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. ലോണം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ഭാര്യമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ അവരെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ ഖൈർ മാത്രം അവർക്ക് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്ത് നീ എടുത്തു കളയല്ല റഹ്മാനെ. പടച്ചവനെ ഇസ്സത്ത് നേടി തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ, പടച്ചവനെ സ്വാലിഹായ മക്കൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹായ മക്കൾ നൽകണേ റഹ്മാനെ. പടച്ചവനെ ഉമ്മയുടെ കാൽപാത്രം നിന്നോട് പറയുകയാണ് റഹ്മാനെ. അല്ലാഹുവേ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉമ്മ മക്കളോട് കൂടി ഇതുപോലെ സന്ദർശിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. പടച്ചവനെ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ നീ ഖൈറിലാക്കണേ റഹ്മാനെ. നൽകണേ അല്ലാഹ്. എല്ലാ മേഖലയും ഞങ്ങളെ മക്കളെ നീ ഉയർത്തണേ റഹ്മാനെ. എക്സാമിന്റെ കാലമാണ് റഹ്മാനെ, മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ മക്കളെ ഞങ്ങൾ അടുത്ത് പഠിക്കുന്ന ശിഷ്യന്മാർ, പഠിച്ചു പോയവർ, പ്രത്യേകിച്ച് ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. മുത്തഅല്ലിമീങ്ങളെ ഉഖറവിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ നല്ല തഹ്ഖീഖോടെ ദർസിയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് പല ആൾക്കാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവരെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ ഓരോരുത്തരും നാടുകളിലേക്കും നിന്റെ ഖൈറിന്റെ നോട്ടം നോക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരാൾക്കും നീ ശർറ് തരല്ല റഹ്മാനെ. ഞങ്ങളെ ഓരോരുത്തരും നാട്ടിലുള്ള ഓരോ ആൾക്കാർക്കും പരിശുദ്ധ ഹറം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ എല്ലാവർക്കും പരിശുദ്ധ ഉംറയും ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. വഴികളെ നീ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. അല്ലാഹുവേ, നീ കൈവെടിയല്ല അല്ലാഹ്. വേണ്ടതെല്ലാം ഞങ്ങൾക്ക് വേണ്ടതുപോലെ വേണ്ട സമയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മഹാന്മാരായ മശായിഖന്മാരെ ഖദമിന്റെ തഹത്തിലാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, മശായിഖന്മാർ കൈവിടുന്ന പ്രവർത്തനം ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ല റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ ഇസ്സത്ത് നീ എടുത്തു കളയല്ല അല്ലാഹ്. പടച്ചവനെ റാഹത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ ഉമ്മയോടുകൂടി ഞങ്ങളെ നീ ഖൈറിൽ ഹൈലക്കാരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മദീനയിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കാനുണ്ട് പടച്ചവനെ, അവിടെയും എത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നീ വിജയത്തിലാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ വിജയത്തിലാക്കി തരണേ റഹ്മാനെ. എവിടെയും ഞങ്ങളെ നീ പരാജയത്തിലാക്കല്ല റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ മക്കൾക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ.